ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ്. ലക്ഷക്കണക്കിന് സ്കിൽഡ് വർക്കേഴ്സിനെയാണ് 2025 ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഫഷൻ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്. 1,85,000 ഓപ്പർച്യൂണിറ്റീസ് ആണ് 2025 ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഡോക്യുമെന്റേഷൻ. DHAയുടെ ഇന്റേണൽ റിപ്പോർട്ട്സ് പ്രകാരം 50 to 70% വിസ റിഫ്യൂസൽ വരാനുള്ള പ്രധാന കാരണം ഡോക്യുമെന്റേഷൻ ഇറേഴ്സ് ആണ്. ഇറേഴ്സ് ലൈക്ക് മിസ്സിംഗ് ഫോംസ്, ഇൻകംപ്ലീറ്റ് പ്രൂഫ്സ് ഓർ മിസ്മാച്ച് ഇൻഫർമേഷൻസ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ PRന് വേണ്ടിയുള്ള പ്രോസസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. ബട്ട് ഡോണ്ട് വറി, ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആയിരിക്കും ഈ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2015 മുതൽ എബ്രോഡ് ഓപ്ഷൻസ് നമ്മുടെ കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ എബ്രോഡ് ഡെസ്റ്റിനേഷൻസും ഒത്തിരിയുണ്ട്. സോ വൈ ഓസ്ട്രേലിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഹിയർ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഹൈ ഡിമാൻഡ് ഫോർ സ്കിൽഡ് വർക്കേഴ്സ്. IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, അക്കൗണ്ടിംഗ്, സ്കിൽഡ് ട്രേഡ് വർക്കേഴ്സ് എന്നീ ഫീൽഡിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കോമ്പറ്റീറ്റീവ് സാലറി. ഓസ്ട്രേലിയയിൽ സ്കിൽഡ് വർക്കേഴ്സിന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാലറിയാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ മണി ഏകദേശം 40 ലക്ഷത്തോളം ആനുവൽ ഇൻകം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ PR ഹോൾഡേഴ്സിന് ഫെയർ പേ ഉറപ്പുവരുത്തുന്നതിനായി ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി മിനിമം 38 അവേഴ്സിന്റെ വർക്ക് ടൈം നൽകണമെന്ന ഒരു നിയമവുമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വർക്ക് അവേഴ്സിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്പൗസിനും ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും. സാലറി കൂടാതെ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. വർക്ക് ലൈഫ് ബാലൻസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ റെഗുലർ വർക്ക് അവേഴ്സിന് പുറമെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ്സും ലഭിക്കുന്നതായിരിക്കും. ഇതിനെ പെനാൽറ്റി റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ലേറ്റ് നൈറ്റ്സ്, വീക്കെൻഡ്സ്, പബ്ലിക് ഹോളിഡേയ്സ് ഇങ്ങനെയുള്ള ഓഡ് അവേഴ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി റേറ്റ്സ് എന്ന നിലയിൽ ഹയർ പേ ലഭിക്കുന്നതായിരിക്കും. സൂപ്പർ ആനുവേഷൻ. സാലറി പാക്കേജിനേക്കാൾ ഓസ്ട്രേലിയയുടെ മേജർ അഡ്വാൻറ്റേജ് അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. കമ്പൽസറി സൂപ്പർ ആനുവേഷൻ സ്കീമുകളാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഏകദേശം 11% സൂപ്പർ ആനുവേഷനായി ലഭിക്കുക. ഫോർ എക്സാമ്പിൾ, ഏകദേശം 3,80,000 രൂപ സാലറി ആയിട്ട് ലഭിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം ഏകദേശം 5 ലക്ഷം രൂപയോളമായിരിക്കും സൂപ്പർ ആനുവേഷൻ ഇനത്തിൽ മാത്രം ലഭിക്കുക. അതായത് ഒരു 20 വർഷം നിങ്ങൾ ഇതേ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ റിട്ടയർമെന്റ് ആവുമ്പോഴേക്കും 1 കോടിയിലധികം രൂപയായിരിക്കും നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഫണ്ടായി ലഭിക്കാൻ പോകുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ്. വെൽ ക്ലാസ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ. നാട്ടിൽ നിന്ന് പോകുന്ന പലരും ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാനാണ് വിദേശത്ത് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്നുള്ളത് മറ്റൊരു മേജർ അട്രാക്ഷനാണ്. ഇൻഷുറൻസ്, ഫ്രീ മെഡിക്കൽ കെയർ ഇതൊക്കെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മേജർ ബെനിഫിറ്റ് തന്നെയാണ്. നെക്സ്റ്റ് മേജർ അട്രാക്ഷൻ ഈസ് ദ ക്ലൈമറ്റ്. ഇന്ത്യൻസിന് ഏറ്റവും അനുയോജ്യമായ ക്ലൈമറ്റ് ആണ് ഓസ്ട്രേലിയയിലുള്ളത്. എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യൻസിന്റെ ഫേവറേറ്റ് PR ഡെസ്റ്റിനേഷനാണ് ഓസ്ട്രേലിയ. PR പാത്വേ. സ്കിൽഡ് വർക്കേഴ്സിന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള PR പാത്വേ ആണ് ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്ക മേഖലകളിലും സ്കിൽഡ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയൻ PRന് അപ്ലൈ ചെയ്യുവാൻ നിങ്ങൾ ചില ക്രൈറ്റീരിയാസ് പാലിക്കണം. ഏജ് 45 ഇയേഴ്സിന് താഴെയായിരിക്കണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് IELTS ഓർ PT അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് പാസ്സായി മിനിമം സ്കോറും ഉണ്ടായിരിക്കണം. PR ഒക്യുപ്പേഷൻ ലിസ്റ്റ്. PRന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പണ്ട് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് SOL ആയിരുന്നു. ഇപ്പോൾ അതിൽ ചെറിയ ഭേദഗതികൾ വരുത്തി മീഡിയം ആൻഡ് ലോങ് ടൈം സ്ട്രാറ്റജിക് സ്കിൽസ് ലിസ്റ്റ് MLT SSL എന്നാക്കി. അടുത്ത ലിസ്റ്റാണ് ഷോർട്ട് ടൈം സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് STSOL. നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഈ 2 ലിസ്റ്റിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്കിൽ അസസ്മെന്റ്. മറ്റുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് സ്കിൽ അസസ്മെന്റ് ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയയിലെ റിലവന്റ് അതോറിറ്റിയിൽ നിന്ന് അസസ് ചെയ്യണം. നിങ്ങളുടെ ജോബ് ഫീൽഡ് അനുസരിച്ച് അസസ്മെന്റ് അതോറിറ്റിയിലും മാറ്റം വരുന്നതായിരിക്കും. സ്കിൽ അസസ്മെന്റ് അതോറിറ്റിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഫഷൻസും ഇതാണ്. ഇതിൽ നിങ്ങളുടെ ജോബ് കാറ്റഗറിയിൽ വരുന്ന അസസ്മെന്റ് അതോറിറ്റി ഏതാണെന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. വർക്ക് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ജോബ് കാറ്റഗറി അനുസരിച്ചായിരിക്കും എക്സ്പീരിയൻസിന്റെ മിനിമം ഇയേഴ്സ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഫ്രഷേഴ്സ് മുതൽ 8+ ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ജോബ് റോൾസും ഉണ്ട്. അതായത് ഫ്രഷേഴ്സ് മുതൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് വരെ സ്കിൽഡ് മൈഗ്രേഷൻ വഴി PR സ്വന്തമാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. ഓസ്ട്രേലിയൻ മൈഗ്രേഷനുള്ള പോയിന്റ്സ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയയുടെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങളുടെ പോയിന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏജ് 25നും 32നും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 30 പോയിന്റ്സ് ഏജിന് മാത്രം ലഭിക്കുന്നതായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോയിന്റ്സിലും മാറ്റം വരാം. ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി. IELTSന് 7 ബാൻഡ് അല്ലെങ്കിൽ PT 65 ഈച്ച് മൊഡ്യൂൾ ഈക്വലന്റ് ആയിട്ടുള്ള സ്കോർ ഉണ്ടെങ്കിൽ ലാംഗ്വേജിന്റെ മിനിമം പോയിന്റ്സ് ആയ 10 പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. IELTS 8 അല്ലെങ്കിൽ PT 79 ഈക്വലന്റ് ആയിട്ടുള്ള സ്കോർ ഉണ്ടെങ്കിൽ
ലാംഗ്വേജിൻ്റെ മാക്സിമം പോയിന്റ്സ് ആയ 20 പോയിന്റ്സും നിങ്ങൾക്ക് ലഭിക്കും. വർക്ക് എക്സ്പീരിയൻസ് 8+ ഇയേഴ്സിന് 15 പോയിന്റ്സ് ആണ് ലഭിക്കുക. എഡ്യൂക്കേഷൻ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് 15 പോയിന്റ്സും ലഭിക്കും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ് ലഭിക്കും. അല്ല, നിങ്ങൾ മാരിഡ് ആണെങ്കിൽ സ്പൗസിന്റെ സ്കിൽ അസസ്മെന്റ് ചെയ്യണം. സ്കിൽ അസസ്മെന്റിൽ പോസിറ്റീവ് ഔട്ട്കം ലഭിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 10 പോയിന്റ്സ്. അതല്ല, സ്പൗസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് മാത്രമാണ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് 5 പോയിന്റ്സ്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. മിനിമം 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാം. പോയിന്റ്സ് കൂടുന്തോറും PR ചാൻസസും കൂടും. നെക്സ്റ്റ് ഈസ് വിസ ഓപ്ഷൻസ്. ഓസ്ട്രേലിയയിൽ PR ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന വിസാസ് ആണിത്. ഫസ്റ്റ് വൺ ഈസ് സ്കിൽഡ് ഇൻഡിപെൻഡന്റ് വിസ സബ് ക്ലാസ് 189. ദ സെക്കൻഡ് വൺ ഈസ് സ്കിൽഡ് നോമിനേറ്റഡ് വിസ സബ് ക്ലാസ് 190. ആൻഡ് ദ തേർഡ് വൺ ഈസ് സ്കിൽഡ് വർക്ക് റീജിയണൽ വിസ സബ് ക്ലാസ് 491. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്കിൽ അസസ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ടെസ്റ്റ് റിസൾട്ട് എന്നിവ റിലവന്റ് അസസിംഗ് അതോറിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുക. പാസ്പോർട്ട്, എംപ്ലോയ്മെന്റ് റെക്കോർഡ്സ്, അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് തുടങ്ങിയ എല്ലാ ഡോക്യുമെന്റ്സും ഒരുക്കി വയ്ക്കുക. സ്റ്റെപ്പ് 5 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOI സബ്മിറ്റ് ചെയ്യുക. സ്കിൽ അസസ്മെന്റ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ സ്കിൽ സെലക്ട് സിസ്റ്റത്തിൽ നിങ്ങളുടെ EOI സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ പോയിന്റ്സിനും സ്കിൽസിനും അനുസരിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ITA അയച്ചു തരും. നെക്സ്റ്റ് ഈസ് വിസ ആപ്ലിക്കേഷൻ. ITA കിട്ടിയാൽ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ഫോർമാറ്റിൽ ആയിരിക്കണം, പിന്നെ ആക്യുറേറ്റും ആയിരിക്കണം. വിസ സബ്മിഷന് ശേഷം അപ്രൂവൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR വിസ ലഭിക്കുന്നതായിരിക്കും. PR ചാൻസ് കൂട്ടാനുള്ള ബോണസ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ മെച്ചപ്പെടുത്തുക. PT 79 ഈച്ച് മൊഡ്യൂൾ അല്ലെങ്കിൽ IELTS 8 ഈച്ച് ബാൻഡ്. ഈക്വലൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കോർ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ മാക്സിമം പോയിന്റ്സ്, ദാറ്റ് ഈസ് 20 പോയിന്റ്സ്. ലാംഗ്വേജിൽ അഡീഷണൽ പോയിന്റ്സ് നേടാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷനാണ് NATI സർട്ടിഫിക്കേഷൻ. ഇംഗ്ലീഷ് ഒഴികെയുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആയിരിക്കും ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുക. NATI ടെസ്റ്റ് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ്സ് ലഭിക്കും. ഏകദേശം 800 AUD ആയിരിക്കും ഇതിന് വരുന്ന ചെലവ്. സോ വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഓപ്ഷനും അഡീഷണൽ പോയിന്റ്സിനായി കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് വർക്ക് എക്സ്പീരിയൻസ്. 0 to 3 ഇയേഴ്സ് ആണ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എങ്കിൽ അഡീഷണൽ പോയിന്റ്സ് ഒന്നും തന്നെ ലഭിക്കുകയില്ല. 3 to 4 ഇയേഴ്സിന്റെ റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 5 പോയിന്റ്സ്. 5 to 7 ഇയേഴ്സിന്റെ റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10 പോയിന്റ്സും ലഭിക്കും. 8 to 10 ഇയേഴ്സിന്റെ റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാക്സിമം പോയിന്റ്സ് ആയ 15 പോയിന്റ്സും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അഡീഷണൽ പോയിന്റ്സ് കിട്ടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് റീജിയണൽ നോമിനേഷൻ. റീജിയണൽ നോമിനേഷൻ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയി 15 പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്റ്റ് ആണ് ഡോക്യുമെന്റേഷൻ പ്രോസസ്. 70% ആപ്ലിക്കേഷൻ റിഫ്യൂസലും ഡോക്യുമെന്റേഷൻ എറേഴ്സ് കൊണ്ടാണ് വരുന്നത്. സോ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഒരു എക്സ്പെർട്ട് ടീമിനെ തന്നെ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ പ്രോസസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. പക്ഷേ റൈറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓസ്ട്രേലിയൻ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയൻ PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൗൺസിലിംഗിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ സ്കിൽ അസസ്മെന്റ് പ്രോസസ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. താങ്ക് യു. ജസ്റ്റിൻ ഫ്രം ജെംസ് അബ്രോഡ്.